ഇല്ലത്ത് നിന്നും ഇറങ്ങുകയും ചെയ്തു. എന്നാൽ അമ്മ തൊട്ട് എത്തിയതുമില്ല എന്ന അവസ്ഥയാണ് അൻവറിൻ്റേത്. LDFിൽ നിന്നും ഇറങ്ങുമ്പോൾ ഏറെ പ്രതീക്ഷയായിരുന്നു അൻവറിന്. കോൺഗ്രസ് താലപ്പൊലി നീട്ടി സ്വീകരിക്കുമെന്നായിരുന്നു അൻവറിൻ്റെ പ്രതീക്ഷ. എന്നാൽ താലപ്പൊലി പോയിട്ട് വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടിക്കോ എന്നൊരു പാഴ്വാക്ക് പോലും ആരും പറഞ്ഞില്ല എന്ന് മാത്രമല്ല, പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനും പാർട്ടി അൻവറിനെ അടുപ്പിക്കുന്നത് പോലുമില്ല എന്നാണ് ഒടുവിൽ കേട്ട റിപ്പോർട്ട്. എന്നെ നന്നായി പരിഗണിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ പാട്ടിന് പോകുമെന്നൊക്കെ അൻവർ പറഞ്ഞു നോക്കിയെങ്കിലും സൗകര്യം പോലെ ചെയ്യാനാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. ഉപതെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്ന് PV അൻവർ തീരുമാനിക്കണമെന്നും, അഭിപ്രായ വ്യത്യാസം ഉയർത്തിയ സാഹചര്യത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായും UDFുമായും സഹകരിക്കണമെന്ന് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടതെന്നും, ഇക്കാര്യത്തിൽ PV അൻവറിനോട് അനുനയത്തിനില്ലെന്നുമാണ് VD സതീശൻ വ്യക്തമാക്കിയത്. തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവറിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ UDF കടുത്ത നിലപാടിലാണെന്ന സൂചനകളാണ് VD സതീശന്റെ ഈ വാക്കുകളിലൂടെ പുറത്തുവരുന്നത്. ലീഗ് നേതാക്കൾ വഴി സമ്മർദ്ദം ശക്തമാക്കി മുന്നണി പ്രവേശനം സാധ്യമാക്കാനാണ് അൻവറിന്റെ ഇപ്പോഴത്തെ ശ്രമം. അതിന് ഏത് നാണം കെട്ട പരിപാടിക്കും അദ്ദേഹം തയ്യാറുമാണ്. കഴിഞ്ഞ 3-4 മാസമായി തന്നെയും തൻ്റെ പാർട്ടിയെയും വസ്ത്രാക്ഷേപം നടത്തി തെരുവിലേക്ക് വിട്ടിരിക്കുകയാണ്. വസ്ത്രാക്ഷേപം നടത്തിയതിനു ശേഷം തൻ്റെ മുഖത്തേക്ക് ചെളി വാരിയെറിയുക കൂടി ചെയ്തു. എന്നിട്ട് ദയാവധത്തിന് വിട്ടിരിക്കുകയാണ് അദ്ദേഹം എന്നാണ് അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. മാത്രമല്ല, ഇടതുപക്ഷത്തു നിന്നും ഇറങ്ങിയ സമയത്ത് പല ആപത്ഘട്ടങ്ങളിലും UDFിൻ്റെ കൂടെ നിന്ന് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തുവെങ്കിലും തൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കോൺഗ്രസ് കാണിക്കുന്ന നിലപാടിൽ അൻവറിന് വല്ലാത്ത വിഷമമുണ്ടത്രേ. UDFിന് വേണ്ടി വയനാട്, പനമരം പഞ്ചായത്ത്, ചുങ്കത്തറ പഞ്ചായത്തുമൊക്കെ ഏറ്റെടുത്ത് ജയിപ്പിച്ചിട്ടും കാര്യത്തോടടുത്തപ്പോൾ എല്ലാം സതീശൻ പറയുമെന്നാണ് ഹൈക്കമാൻഡ് പറയുന്നത്. വല്ലാത്ത കഷ്ടം തന്നെയാണ് അൻവറിൻ്റെ കാര്യം. സതീശനാണെങ്കിൽ ഒരു വിധത്തിലും അടുക്കുന്നുമില്ല. ഫോൺ വിളിച്ചാൽ എടുക്കില്ല, നേരിട്ട് കാണാൻ അനുവാദമില്ല. ഒടുവിൽ ഒരു വിധം ആളുമായി ചർച്ച നടത്തിയെങ്കിലും 2 ദിവസത്തിനുള്ളിൽ പറയാമെന്ന് പറഞ്ഞവനാ. ഇപ്പം പറയുന്നു അൻവറിന് ഇഷ്ടമുള്ളതുപോലെ ചെയ്യട്ടെ എന്ന്. മനസാക്ഷിയുള്ള ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ ഇത്? അതേസമയം അൻവറിന് കട്ട സപ്പോർട്ടുമായി എത്തിയിരിക്കുന്നത് വേറെ ആരുമല്ല, കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗ് നേതൃത്വം തന്നെയാണെന്നതാണ് മറ്റൊരു കാര്യം. അൻവറിനോട് ധൈര്യമായി മുന്നോട്ട് പോകാനും എന്ത് പ്രശ്നമുണ്ടായാലും ഞങ്ങൾ കൂടെയുണ്ട് എന്നുമാണത്രേ ലീഗ് പറഞ്ഞത്. നമ്മളൊക്കെ കരുതുന്നത് പോലെ അൻവർ അങ്ങനെ ആർക്കും വേണ്ടാത്ത ആളൊന്നുമല്ല. പാർലമെൻറ്റിൻ്റെ 3ാമത്തെ ഏറ്റവും വലിയ പാർട്ടിയെ ഉള്ളം കയ്യിൽ കൊണ്ടുവച്ച് നടക്കുന്ന ആളാണ്. ഉള്ള വില കളയാതെ മത്സരിക്കാൻ അവർ മരുന്ന് കഴിക്കുന്നത് പോലെ ദിവസം 3 നേരം പറയുന്നുമുണ്ട്. എന്നിട്ടും അതൊന്നും സ്വീകരിക്കാതെ UDFയെ ശരണം എന്നും പറഞ്ഞ് നിൽക്കുന്നത് അവരോട് അത്രയ്ക്ക് ആത്മാർത്ഥത ഉള്ളത് കൊണ്ടാണെന്ന് ആരെങ്കിലും ഒന്ന് മനസ്സിലാക്കണ്ടേ. ഇനി KC വേണുഗോപാലിൽ മാത്രമാണ് അൻവറിന് പ്രതീക്ഷ. പിണറായി വിജയനിട്ടൊരു പണി കൊടുക്കാനാണ് അൻവർ LDFിൽ നിന്നും പുറത്തേക്ക് വന്നത്. എന്നാൽ പണി കിട്ടിയത് അൻവറിന് തന്നെയാണെന്ന് ഇപ്പോഴത്തെ സാഹചര്യം വെളിപ്പെടുത്തുന്നുണ്ട്. ഇതാണ് പറയുന്നത്, ഒരാവേശത്തിന് കിണറ്റിൽ ചാടിയാൽ അതുപോലെ 100 ആവേശമുണ്ടായാലും തിരിച്ചു കയറാൻ പറ്റില്ല എന്ന്.